الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد، واحد في أسمائه، واحد في صفاته، واحد في ذاته، واحد في أفعاله، ليس كمثله شيء وهو السميع البصير. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. أعوذ بالله السميع العليم من الشيطان الرجيم. يرفع الله الذين آمنوا منكم والذين أوتوا العلم درجات. اتقوا الله عباد الله، أوصيكم وإياي بتقوى الله. ബഹുമാന്യരായ വിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, ജീവിതത്തിലുടനീളം അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രദ്ധിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുക. പ്രിയമുള്ളവരെ, മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജീവിത പ്രശ്നങ്ങളായ അടിസ്ഥാനപരമായ ചില കാര്യങ്ങളുണ്ട്. വായു, വെള്ളം, ആഹാരം, വസ്ത്രം, വീട് പോലെ അവശ്യ സാധനങ്ങളായി പഠിപ്പിക്കപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ. എന്നാൽ ഇവയോടൊട്ടി നിൽക്കുന്ന, അല്ലെങ്കിൽ ഇതിനെയൊക്കെ മറികടക്കുന്ന ഏറ്റവും ഉന്നതമായ ഒന്നാണ് അള്ളാഹുവിന്റെ ദീനിലുള്ള പരിജ്ഞാനം എന്ന് പറയുന്നത്. ദീനിലുള്ള വിജ്ഞാനം എന്നത് ഈ വായു പോലെ, വെള്ളം പോലെ, വസ്ത്രം പോലെ, താമസം പോലെ അല്ല, അതിലേറെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ശറഈയായ അൽ ഇൽമു ശറഈ, ശറഈയായ അറിവാണ് ഒരു മനുഷ്യനെ ഉന്നതനും വിവേകമുള്ളവനുമാക്കി തീർക്കുന്നത്. അള്ളാഹുവിന്റെ ദീനിൽ എത്ര കണ്ട് അറിവുണ്ടോ, അള്ളാഹുവിന്റെ ദീനിന്റെ ഹുക്കുമുകളിൽ എത്ര കണ്ട് ആഴത്തിൽ പരിജ്ഞാനമുണ്ടോ, അത്ര കണ്ട് അയാൾ വിനീതനും വിവേകമുള്ളവനുമായി തീരും. ലോകത്ത് വന്ന നബിമാർ അലൈഹിമുസ്സലാം മുഴുവനും സമൂഹത്തിന് വിട്ടേച്ചു പോയത് അറിവാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളത് പ്രത്യേകം പഠിപ്പിക്കുന്നുണ്ട്. കോട്ടകളോ കൊട്ടാരങ്ങളോ സ്വർണമോ വെള്ളിയോ അല്ല ഒരു പ്രവാചകരും തന്റെ അനുചരർക്ക് ഉമ്മത്തിന് വിട്ടേച്ചു പോയത്. പിന്നെന്താണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായി അബൂ ദാവൂദിൽ 3641 നമ്പറായി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, വ ഇന്നൽ അംബിയാ ലം യുവരിസൂ ദീനാറൻ വലാ ദിർഹമൻ. തീർച്ചയായും അംബിയാക്കൾ അവർ അവരുടെ അവകാശികൾക്ക്, ഉമ്മത്തിന് എന്ത് വിട്ടേച്ചു പോയിട്ടില്ല? ദീനാറും ദിർഹമും വിട്ടേച്ചു പോയിട്ടില്ല. വ ഇന്നമാ വജിതുൽ ഇൽം, വ ഇന്നമാ വജിതുൽ ഇൽം. പിന്നെ അവരെന്താണ് വിട്ടേച്ചു പോയത്? അവരെന്താണ് പകരമാക്കിയത്? അവർ അറിവാണ് വിട്ടേച്ചു പോയത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫമൻ അഖദഹു അഖദ ബിഹദ്ദി വാഫിരിൻ. അതുകൊണ്ട് വിജ്ഞാനം കരസ്ഥമാക്കിയവൻ, അറിവ് നേടിയവൻ സമ്പൂർണമായ വിഹിതമാണ് കരസ്ഥമാക്കിയത് എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ളവരെ, അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത് ഔന്നത്യം, ഒരാളുടെ ഉന്നതി, ഒരാളുടെ പ്രാധാന്യം, അത് ഇൽമും അതുപോലെ ഈമാനുമാണ്. ഒരാളുടെ ഔന്നത്യം ഈമാനും ഇൽമുമാണ്. വിശുദ്ധ ഖുർആനിലെ 58-ാമത്തെ അധ്യായം അതിന്റെ 11-ാമത്തെ ആയത്തിൽ വളരെ പ്രധാനപ്പെട്ട ഭാഗമുണ്ട്. അതെന്താ? യർഫഇല്ലാഹുല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്. നിങ്ങളിൽ നിന്ന് മുഅ്മിനുകളായവരെയും വിശ്വസിച്ചവരെയും അറിവ് നൽകപ്പെട്ടവരെയും അല്ലാഹു തആല പല പദവികൾ, പല പടികൾ, പല ദറജകൾ ഉയർത്തുന്നതാണ് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല. അപ്പൊ ദറജ ഉയർത്താൻ, മഹത്വമുള്ളവരാക്കാൻ, ഔന്നത്യം നൽകുന്നവരാകുന്നത് ഈമാനിലൂടെയും ഇൽമിലൂടെയുമാണ്. എല്ലാ നന്മകളുടെയും അടിസ്ഥാനം ഇൽമാണ്. എല്ലാ നന്മകളുടെയും അടിസ്ഥാനം ഇൽമാണ്. അതാണ് റബ്ബുൽ ഇസ്സത്ത് വിശുദ്ധ ഖുർആനിലൂടെ 2-ാമത്തെ അധ്യായം സൂറത്ത് അൽ ബഖറ 269-ാമത്തെ ആയത്തിലൂടെ പറഞ്ഞത്, യുഅ്തിൽ ഹിക്മത മൻ യശാ. അല്ലാഹു പറയാണ്, താൻ ഉദ്ദേശിക്കുന്നവർക്ക് അല്ലാഹു ഇൽമ നൽകുന്നു, വിജ്ഞാനം നൽകുന്നു, ഹിക്മത്ത് നൽകുന്നു. ഈ ഇൽമ അതാണ് ഇൽമുൻ യുൻതഫഉ ബിഹി,
ഉപകാരപ്രദമാകുന്ന ഇൽമ്. അത് അല്ലാഹു അവനുദ്ദേശിക്കുന്നവർക്ക് നൽകൂ എന്ന്. ഇവിടെ ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ മുൻഗാമികളും പിൻഗാമികളും ഒക്കെയായ അഹ്ലുസുന്നയുടെ മുഫസ്സിറുകൾ വിശദീകരിച്ചത് ഇൽമും ഫിഖ്ഹുമാണ്, അറിവും വിജ്ഞാനവുമാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമ ഈ ആയത്തിന് നൽകുന്ന തഫ്സീറുള്ളത് അൽ ഫിഖ്ഹു വൽ ഖുർആൻ എന്നാണ്. ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ അത് അറിവും വിശുദ്ധ ഖുർആനുമാണ്. അൽ ഇൽമു ബിദ്ദീൻ, അല്ലാഹുവിന്റെ ദീനിലുള്ള അറിവാണ്. പ്രിയമുള്ളവരെ, മരിച്ചാലും ഉപകാരപ്പെടുന്ന ഒരു അറിവ്. അതാണ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഇദാ മതൽ ഇൻസാൻ ഇൻഖതഅ അൻഹു അമലുഹു ഇല്ലാ മിൻ സലാസ്. ഒരു മനുഷ്യൻ മരിച്ചുപോയാൽ 3 കാര്യങ്ങൾ അല്ലാത്തതൊക്കെ മുറിഞ്ഞു പോകുമെന്നാണ്. അതിൽ വളരെ പ്രധാനമായി പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ കാണാം ഔ, അതായത് തൊട്ട് മുമ്പ് ഒരു വാക്ക് പറഞ്ഞതിനാണ് ഔ ഇൽമിൻ യുൻതഫഉ ബിഹി, ഉപകാരപ്രദമായ അറിവ്. ഏതാണ് ഉപകാരപ്രദമായ അറിവ്? അൽ ഇൽമു ശർഈ, കെമിസ്ട്രിയോ ഫിസിക്സോ ബയോളജിയോ സുവോളജിയോ ബോട്ടണിയോ ഹിസ്റ്ററിയോ ജോഗ്രഫിയോ മൈക്കോളജിയോ മൈക്രോബയോളജിയോ ഏതെങ്കിലും ശാസ്ത്രശാഖകളെ കുറിച്ചല്ല അല്ല അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്. പിന്നെ ഏതാണ്? അല്ലാഹുവിന്റെ കിതാബും വ്യാഖ്യാനമായ തിരുസുന്നത്തും അതിനെ അഹ്ലുസുന്ന വൽ ജമാഅ അഥവാ സ്വഹാബത്തും താബിഈങ്ങളും തബഅത്തുബായികളും എങ്ങനെ വിശദീകരിച്ചുവോ, എങ്ങനെ പഠിച്ചുവോ, എങ്ങനെ ജീവിതത്തിൽ പകർത്തിയോ, അതാണ് അൽ ഇൽമു ശർഈ. അതാണ് അൽ ഇൽമു ശർഈ. അത് ഒരു മനുഷ്യന്റെ ഖബറിൽ ഉപകരിക്കുന്നതാണ്, ആഖിറത്തിൽ ഉപകരിക്കുന്നതാണ്. സുബ്ഹാനക യാ അലീം. അല്ലാഹുവിന്റെ കിതാബിലേക്ക് നമ്മൾ കടന്നു വന്നാൽ ഖുർആനിൽ മാത്രം, നിങ്ങൾ ഓതുന്ന ഖുർആനിൽ, നാം ഓതുന്ന ഖുർആനിൽ, ആ ഖുർആനിൽ മാത്രം ഡസൻ കണക്കിന് ആയത്തുകൾ കാണാം ഇൽമിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പറയുന്ന, ഇൽമുള്ളവരുടെ പ്രത്യേകതകളെ കുറിച്ച് പറയുന്ന സൂചനകൾ മാത്രം ചിലത്. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിന്റെ സാക്ഷികളായി അള്ളാഹു തന്റെ വഹ്ദാനിയത്തിന് സാക്ഷിത്വത്തിന് വേണ്ടി എടുത്തു പറഞ്ഞവരാണെന്നറിയോ? അറിവുള്ളവരെയാണ്. അവന്റെ വഹ്ദാനിയത്തിന് സാക്ഷ്യത്വം നിൽക്കുന്നവരായി പറഞ്ഞത്, തൗഹീദിന് സാക്ഷികളായി പറഞ്ഞത്. 3-ാമത്തെ അധ്യായം സൂറത്തു ആലു ഇംറാൻ 18-ാമത്തെ ആയത്ത് അല്ലാഹു പറയാണ്, ശഹീദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാ ഹുവ വൽ മലായികതു വഉലുൽ ഇൽം. അല്ലാഹു പറയുന്നു, താനല്ലാതെ ഒരാരാധ്യനുമില്ല എന്നതിന് അല്ലാഹു സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. തൗഹീദിന്റെ 1-ാമത്തെ സാക്ഷി അല്ലാഹയാണ്. 2-ാമത്തെ സാക്ഷി വൽ മലായിക, മലക്കുകളാണ്. 3-ാമത്തെ സാക്ഷി വഉലുൽ ഇൽം, അറിവുള്ളവരാണ്, ഇമാമിയങ്ങളാണ്, പണ്ഡിതന്മാരാണ്. ഇമാം സുബ്ബി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, മനുഷ്യരിലെ പണ്ഡിതന്മാരാണ് ഉലുൽ ഇൽം എന്ന് പറഞ്ഞാൽ. ഉലുൽ ഇൽം എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ കൂട്ടത്തിലെ ഉലമാക്കളാണ്, പണ്ഡിതന്മാരാണ്. നോക്കൂ നിങ്ങൾ, അറിവുള്ളവരെ അള്ളാഹു ചേർത്തത് മലക്കുകളോടൊപ്പമാണ്. എന്തിന്? അള്ളാഹുവിന്റെ വഹ്ദാനിയത്തിന് സാക്ഷികളായി. അല്ലാഹു അക്ബർ കബീറ. മാത്രമല്ല, വിശുദ്ധ ഖുർആനിലേക്ക് നമ്മൾ ഇറങ്ങി വന്നാൽ എന്തിന് ഖുർആൻ പഠിക്കണം? എന്തിന് സുന്നത്ത് പഠിക്കണം? എന്തിന് അല്ലാഹുവിന്റെ ദീനിന്റെ ഉസൂലുകളും ഉലൂമുകളും അടിസ്ഥാന കാര്യങ്ങളും പഠിക്കണം? എന്തിന് നിർബന്ധമായ വാജിബായ അറിവുകൾ പഠിക്കണമെന്ന് ചോദിച്ചാൽ, അല്ലാഹുവെ ഭയപ്പെടുന്നത് ആരാണ്? അല്ലാഹുവിന്റെ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, 35-ാം അധ്യായം സൂറത്തു ഫാത്തിർ 28-ാമത്തെ ആയത്തിൽ, ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ, തീർച്ചയായും അള്ളാഹുവിന് ഭയപ്പെടുന്നത് അറിവുള്ളവർ മാത്രമാകുന്നു, പണ്ഡിതന്മാരാകുന്നു, ഉലമാക്കളാകുന്നു. അള്ളാഹുവിന് ഭയപ്പെടുന്നത് അറിവുള്ളവരാണ്. ഇൽമെന്തിനാണ്? അത് അറിവെന്തിനാണ്? അത് അള്ളാഹുവിന് ഭയപ്പെടുന്നതിനു വേണ്ടിയാണ്. നോക്കൂ നിങ്ങൾ, എത്ര കൃത്യമായ വചനമാണ്. അള്ളാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും എന്താണ് എന്നറിവുണ്ടാകണം ഒരു മനുഷ്യന്. അള്ളാഹ് ഹലാലാക്കിയതെന്ത്, ഹറാമാക്കിയതെന്ത് എന്നതിനെ കുറിച്ച് മുസ്ലിമേ നീ അറിയണം. മുസ്ലിങ്ങളുടെ മേൽ നിർബന്ധമാണത്. അതുകൊണ്ടാണ് ഹലാലും ഹറാമും നോക്കാൻ ജീവിക്കുന്ന പലരും. ചിലർക്ക് അറിഞ്ഞിട്ടും ചെയ്യണവരുണ്ട്. അതിനെക്കുറിച്ചല്ല ഇവിടെ. അറിവില്ലായ്മ കൊണ്ട് ചെയ്യുന്ന ഒരുപാട് ആളുകൾ. ഏതാണ് പലിശയുടെ ഇനങ്ങളിൽ വരുന്നത്? ഏതൊക്കെയാണ് അല്ലാഹു വെറുക്കുന്ന സാമ്പത്തിക ഇടപാടുകൾ? ഏതൊക്കെ കച്ചവടമാണ് റബ്ബുൽ ഇസ്സത്ത് അനുവദിക്കാത്തത്? ഏത് രീതിയിലുള്ള ഇടപെടലുകളെയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല വിലക്കിയത്? ഹറാമുകൾ അറിയണം, ഒപ്പം ഹലാലുകളും. ഹലാലും ഹറാമും വേർതിരിച്ചറിവുണ്ടാകണം. അതിന് അറിവ് പ്രധാനമാണ്. ഇതൊക്കെ മനസ്സിലാക്കി പ്രവർത്തിക്കുന്നവരാണ് അറിവുള്ളവർ.
കേവലം അറബി ഭാഷയിലും അള്ളാഹുവിന്റെ കിതാബിലും തിരുസുന്നത്തിലും കുറെ ഇൽമുണ്ടാവുക എന്നതിനപ്പുറത്തേക്ക് ഇൽം എന്ന് പറഞ്ഞാൽ മഹാനായ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി അശ്ശൈബാനി അവിടുന്ന് പറഞ്ഞു അസ്ലുൽ ഇൽമി ഖശ്യത്തുല്ലാഹ്. എന്തിനാ പഠിക്കുന്നത്? അള്ളാഹുവിനെ ഭയപ്പെടാനാണ്. ഇൽമിന്റെ അടിയാധാരം, ഇൽമിന്റെ അസ്ൽ, ആധാരം, അടിത്തറ അത് അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയമാണ്. ഇബ്നു റജബുൽ ഹംബലി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു അഫ്ളലുൽ ഇൽം, ഏറ്റവും ശ്രേഷ്ഠകരമായ ഇൽമ് ഏതാണ്? നമ്മുടെ നാട്ടിൽ ചർച്ച വരികയാണ്. അതായത് ഒരു പരീക്ഷ കഴിഞ്ഞു, അടുത്ത ഒരു +1 +2 അഡ്മിഷന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ, +2 പരീക്ഷ അതിന്റെ റിസൾട്ട് അറിഞ്ഞു. ഇനി എന്ത് ചിന്തിക്കുന്നിടത്ത് ഇതുകൂടി ഒന്ന് ചിന്തിക്കണം നല്ലതാണ്. അഫ്ളലുൽ ഇൽം, ഏറ്റവും ശ്രേഷ്ഠകരമായ ഇൽമ് അൽ ഇൽമു ബില്ലാഹ്, ഖാലിഖും മാലിക്കും റാസിഖും മുദബ്ബിറുമായ അല്ലാഹുവിനെ കുറിച്ചുള്ള അറിവാണ്. ഫൽ ഇൽമു ബില്ലാഹി അസ്ലു കുല്ലി ഇൽം. ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ് ഫൽ ഇൽമു ബില്ലാഹ്, അപ്പോൾ അല്ലാഹുവിനെ കുറിച്ചുള്ള അറിവാണ് അസ്ലു കുല്ലി ഇൽമിൻ, എല്ലാ ഇൽമിന്റെയും അടിസ്ഥാനം. അല്ലാഹു അക്ബർ. പ്രിയമുള്ളവരെ, അദൃശ്യമായ രൂപത്തിൽ അല്ലാഹുവിനെ ഭയക്കുകയും വാക്കിലോ പ്രവൃത്തിയിലോ അല്ലാഹുവിന്റെ തൃപ്തിക്കെതിരായതൊന്നും ഉണ്ടാകാതിരിക്കാനും ശ്രദ്ധിക്കുന്നവർ അവരാണ് ഖശിയ. ആ ഖശിയത്ത് നേടാൻ അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ് പ്രധാനമാണ്. ആ അറിവ് പ്രധാനമാണ്. ഇൽമിൽ ദീനിലുള്ള അറിവ് പ്രധാനമാണ്. അള്ളാഹുവിലും അവന്റെ റസൂലിലും അവന്റെ ദീനിലുമുള്ള അറിവ് പ്രധാനമാണ്. ശരിക്കും എന്താ പറയുമെന്ന് പറഞ്ഞറിയോ? അൽ ഇൽമു, ഇൽം എന്ന് പറഞ്ഞാൽ വഹുവ മഅരിഫത്തുല്ലാഹ് വമഅരിഫത്തു നബിയിഹി വമഅരിഫത്തു ദീനിൽ ഇസ്ലാമി ബിൽ അദില്ല. അള്ളാഹിനെ കുറിച്ചുള്ള അറിവാണ്, അവന്റെ റസൂലിനെ കുറിച്ചുള്ള അറിവാണ്, അവന്റെ ദീനിനെ കുറിച്ചുള്ള അറിവാണ്. ഇതാണ് അറിവ്. ഇതാണ് തൗഹീദ്, ആഖിറം, റിസാല. ഇത് മൂന്ന് മതാണ്. ഇതാണ് ദുനിയാവിൽ നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സഹായിക്കുമാറാണ്. പ്രിയമുള്ളവർ, എത്ര വരികൾ അറിയും. വിശുദ്ധ ഖുർആനിലെ 29-ാം അധ്യായത്തിന്റെ 43-ാമത്തെ ആയത്തിൽ, 30-ാം അധ്യായം സൂറത്ത് റൂമിന്റെ 55-56-ാമത്തെ ആയത്തിൽ, 9-ാം അധ്യായം സൂറത്ത് തൗബയുടെ 123-ാമത്തെ ആയത്തിൽ, അതുപോലെ 4-ാം അധ്യായം സൂറത്ത് നിസാഇന്റെ 59-ാമത്തെ ആയത്തിൽ അല്ലാഹ് പറഞ്ഞൊരു കാര്യമുണ്ട്. അത്തിഉല്ലാഹ വ അത്തിഉർ റസൂല വ ഉലിൽ അംരി മിൻകും. നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കണം, അള്ളാഹുവിന്റെ റസൂലിനെയും അനുസരിക്കണം. അതിന്റെ കൂടെ പറഞ്ഞു ആരെന്നറിയോ? വ ഉലിൽ അംരി മിൻകും, ഉലുൽ അംറിനെ അനുസരിക്കണം. ഈ ആരാണ് ഉലുൽ അംർ? വലിയ ചർച്ച ഉണ്ട് ലോകത്ത്. ഉലുൽ അംറിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നിടത്ത് ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ തഫ്സീർ കൊടുക്കുന്നു. മുജാഹിദുൻ വഅതാഉൻ വൽ ഹസനുൽ ബസ്രി വഅബുൽ ആലിയത റഹിമഹുമുല്ലാഹു റഹ്മതൻ വാസിഅ. അവരൊക്കെ പറഞ്ഞു വ ഉലിൽ അംരി മിൻകും എന്ന് പറഞ്ഞാൽ യഅനി അൽ ഉലമാ, പണ്ഡിതന്മാരാണ്, അറിവുള്ളവരാണ്, അഹ്ലുസുന്നയുടെ ഇമാമുകളാണ്. അഹ്ലുസുന്നയുടെ ഇമാമുകളാണ്. അവര് നിങ്ങൾ എന്ത് ചെയ്യണം? അനുസരിക്കണം എന്നാണ്. എത്രത്തോളം അറിയോ? അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമാ ഈ ആയത്തിന് നൽകിയ വിശദീകരണം അഹ്ലുൽ ഇൽം എന്നാണ്, ഇൽമിന്റെ അഹ്ലുകാർ എന്നാണ്. മഹാനായ ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു തആല അൻഹു ഈ ആയത്തിന് നൽകിയ തഫ്സീർ ഫിഖഹിന്റെയും ഖൈറിന്റെയും അഹ്ലുകാരെന്നാണ്. അല്ലാഹു അക്ബർ കബീറ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇൽം പ്രധാനമാണ്. ഇൽമിന്റെ അഹ്ലുകാരാണ് ഉത്ബോധനം നേടിയവർ. അഥവാ എല്ലാ നിലക്കും നസീഹത്തും തർബിയത്തും തസ്കിയത്തും ഒക്കെ ഉപകാരപ്പെടുന്നത് പോലും അവർക്കാണ്. അതുകൊണ്ടാണ് റബ്ബ് സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലെ 16-ാമത്തെ അധ്യായം സൂറത്ത് നഹലിന്റെ 43-ാമത്തെ ആയത്തിലൂടെ പഠിപ്പിച്ചത് ഫസ്അലൂ അഹ്ലദ് ദിക്ർ ഇൻ കുൻതും ലാ തഅലമൂൻ. നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? അഹ്ലുൽ ദിക്റിനോട് ചോദിച്ചു നോക്കണം എന്നാണ്. ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി ഒരുപാട് മുഫസ്സിറുകൾ എടുത്തു കൊടുക്കുന്ന കാണാം. ഇമാം ഖുർത്തുബി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഈ ആയത്തിന് വിവരണം പറയുന്നിടത്ത് കാണാം. ഖാല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു അഹ്ലുൽ ദിക്ർ, നിങ്ങൾ ചോദിക്കേണ്ട അഹ്ലുൽ ദിക്ർ എന്ന് പറഞ്ഞാൽ ആരോ? അഹ്ലുൽ ഖുർആൻ, അവർ ഖുർആനിന്റെ അഹ്ലുകാരാണ്. വഖീല അഹ്ലുൽ ഇൽം, ഇൽമിന്റെ അഹ്ലുകാരാണ് എന്നും പറയപ്പെട്ടിട്ടുണ്ട്. ആരാണ് അഹ്ലുൽ ഖുർആൻ? നമ്മുടെ നാട്ടിൽ 3 റക്അത്ത് മതി എന്ന് വാദിച്ച പഴച്ച ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ, അഹ്ലുസുന്നത്തിൽ നിന്ന് പുറത്തുപോയ കക്ഷികൾ തങ്ങൾക്ക് പേരിട്ടത് അഹ്ലുൽ ഖുർആൻ എന്നാണ്. അവരാണോ? അല്ല.
പിന്നെ ആരാണ് അഹ്ലുൽ ഖുർആൻ? അഹ്ലുൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആനിനെ പഠിക്കുന്ന, അത് പകർത്തുന്ന, അത് ഹിഫ്ളാക്കുന്ന, അതിന്റെ നിയമങ്ങൾ ജീവിതത്തിൽ പകർത്തുന്ന, അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്ന, ഒരല്പമാണ് പഠിച്ചിട്ടുള്ളതെങ്കിൽ പോലും അത് ജീവിതത്തിലേക്ക് അമലാക്കുന്ന. അതാണ് ശൈഖ് ഫൗസാൻ പറഞ്ഞത്, ഹഫളഹുല്ലാഹ് പറഞ്ഞത്. ഫൗസാൻ ഹഫളഹുല്ലാഹ് പറഞ്ഞു അഹ്ലുൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ അത് അമലാക്കുന്നവർ, അവരാണ് അഹ്ലുൽ ഖുർആൻ. അതാണ് ഹും, അവരാരാണ്? അഹ്ലുല്ലാഹി വഖാസത്തുഹു, അവർ മനുഷ്യരുടെ കൂട്ടത്തിൽ അള്ളാന്റെ സ്വന്തക്കാരും പ്രത്യേകക്കാരുമാണ്. നമ്മളൊക്കെ പറയില്ലേ, ആ നാട്ടിൽ എനിക്ക് കുറച്ച് കുടുംബക്കാരുണ്ട്. അള്ളാഹ് പറയാണ് മനുഷ്യരുടെ കൂട്ടത്തിൽ എനിക്ക് ചില സ്വന്തക്കാരുണ്ട്. ആരാന്നറിയോ? അള്ളാഹുവിന്റെ ഖുർആൻ അത് ശരിക്കും പഠിക്കുന്നവരാണ്. അള്ളാഹുവിന്റെ ഖുർആൻ പഠിക്കുന്നവർ. നമ്മുടെ പള്ളിയിൽ പോലും സംരംഭങ്ങളുണ്ട്, മറ്റു പല സ്ഥലത്തും സംരംഭങ്ങളുണ്ട്. പക്ഷേ ആളുകൾക്ക് അള്ളാഹുവിന്റെ ഖുർആൻ ഓതുന്ന വിഷയത്തിൽ, അതെങ്ങനെ ഓതണം എന്ന വിഷയത്തിൽ താല്പര്യമില്ല പഠിക്കാൻ, തജ്വീദോടുകൂടി. അതാണ് നബി പറഞ്ഞത്. എന്ത്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അഫ്ളലക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠർ അവർ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. ആ ഹദീസിന്റെ തൊട്ട് മുമ്പുള്ള ഒരു ഹദീസുണ്ട്, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. ഒരേ ബാബിൽ ഒരു ഹദീസിന്റെ മറ്റൊരു ഹദീസായി ഇമാം ബുഖാരി ഉദ്ധരിച്ചതാണ് അവിടുത്തെ സ്വഹീഹിൽ. ഖുർആൻ പഠിക്കുന്ന, പഠിപ്പിക്കുന്ന ആളുകൾ അവരാണ് ഏറ്റവും ഖൈറായവർ. എങ്ങനെയാ പഠിക്കേണ്ടത്? തജ്വീദോടുകൂടി, മഅൽ മആനി, ആശയത്തോടുകൂടി, മഅൽ തഫ്സീർ, അതിന്റെ വ്യാഖ്യാനത്തോടുകൂടി. അതാ ഖുർആൻ പഠനം പറഞ്ഞാൽ, കേവല വായനയല്ല. അങ്ങനെ പഠിക്കുന്നവർ അവരാണ് ജനങ്ങളെ കൂട്ടത്തിൽ ശ്രേഷ്ഠർ, അങ്ങനെ പഠിപ്പിക്കുന്നവരും എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ളവരെ, ആർക്കും താല്പര്യമില്ല. ഈ മൊബൈൽ പോലും തോണ്ടി പഠിച്ചത് അടുത്ത കാലത്താണ്. ചില ആളുകൾ പറയും എനിക്കൊന്നും ഞാൻ പഠിച്ചാൽ കയറൂല, പ്രായമൊക്കെ ഒരുപാടായി. നിങ്ങളറിയോ, ഒരുപാട് സഹാബികൾ ഇസ്ലാമിലേക്ക് വന്നത് പ്രായമായിട്ടാണ്. ആ സ്വഹാബത്ത് ഖുർആൻ പഠിച്ചത് പ്രായമായിട്ടാണ്. അപ്പൊ നിങ്ങൾ പറയും അവരുടെ ഭാഷ അറബിയല്ലേ എന്ന്. പ്രിയമുള്ളവർ, സൽമാൻ അൽ ഫാരിസി പേർഷ്യക്കാരനാണ്, സുഹൈബ് റൂം റോമക്കാരനാണ്, അറബിയല്ല. ഇമാം ബുഖാരി അറബിയല്ല, ഇമാം മുസ്ലിം അറബിയല്ല. ഒരുപാട് പണ്ഡിതന്മാർ ഇന്ത്യ രാജ്യത്ത് 300-350 കൊല്ലം മുമ്പ് ലോകം മുഴുവനും അറിയുന്ന ഒരുപാട് പണ്ഡിതന്മാരുണ്ടായിരുന്നു. സിദ്ദീഖ്, ഹസൻ ഖാനെ പോലെയുള്ളവർ, അവരാരും അറബികളല്ല. എത്രയോ ആളുകൾ, ലോകത്തറിയപ്പെട്ട ഒരുപാട് ആളുകൾ അറബികളല്ല. അറബി ഒരു പ്രശ്നമല്ല, മനസ്സാണ് പ്രശ്നം. മനസ്സുണ്ടോ പഠിക്കാം, അല്ലാഹുവിന്റെ ഖുർആൻ പഠിക്കാം. നമ്മളിവിടെ ക്ലാസ് ഉണ്ട്, ഈ പള്ളിയുടെ പരിസരത്ത് ജീവിക്കണമെങ്കിൽ ഇവിടെ വരാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, സൂചിപ്പിക്കുന്നത് അഹ്ലുൽ ഖുർആൻ അത്ര മഹത്വമുള്ള കാര്യമാണ്, അത്ര മഹത്വമുള്ള കാര്യമാണ്. അതുപോലെ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ റബ്ബുൽ ഇസ്സത്ത് 39-ാം അധ്യായം സൂറത്ത് സുമറിന്റെ 9-ാമത്തെ ആയത്തിൽ പറയും, മഹത്തായ ഒരു ഏർപ്പാടാണ് ഇൽമ് എന്നുള്ളത്. എത്രത്തോളം അറിയോ? ആ ഇൽമുള്ളവരുടെ മഹത്വം അള്ളാഹുവിന്റെ റസൂലിനെ കൊണ്ട് പ്രഖ്യാപിക്കാൻ ഖുൽ, പറയുക നബി, ഖുൽ ഹൽ യസ്തവി الذين يعلمون والذين لا يعلمون. അറിവുള്ളവരും അറിവില്ലാത്തവരും സമമാകുമോ എന്നാണ്. ഇതിന്റെ ആശയം എന്തറിയോ? ഇംഗ്ലീഷും കണക്കും പഠിച്ചോ സമമാകുമെന്നല്ല, +2 ഡിഗ്രിയും പഠിച്ചോ സമമാകുമെന്നല്ല, ഏതെങ്കിലും പ്രൊഫഷണൽ കോഴ്സുകൾ പഠിച്ചവനും ഏതെങ്കിലും ബിസിനസ് കോഴ്സുകൾ പഠിച്ചവനും സമമാകുമോ എന്നല്ല, അള്ളാഹുവിന്റെ ദീന് പഠിച്ചവനും ദീന് പഠിക്കാത്തവനും സമമാകുമോ എന്ന്. സമമാകുമോ? ഒരിക്കലുമില്ല, സമമാകൂല. കമാ ഖാല തആല, തഫ്സീർ കാണാം, അല്ലാഹു പറഞ്ഞതുപോലെ ലാ യസ്തവി അസ്ഹാബുൻ നാരി വഅസ്ഹാബുൽ ജന്ന. ആയത്തിന് തഫ്സീർ അങ്ങനെ കൊടുത്ത പണ്ഡിതന്മാര്, സ്വർഗ്ഗക്കാരും നരകക്കാരും സമമാകാത്തതുപോലെ അള്ളാഹുവിന്റെ ദീന് പഠിച്ചവരും ദീന് പഠിക്കാത്തവരും സമമാകൂല. അല്ലാഹു അക്ബർ കബീറ. അവിടെ ആലോചിച്ചു, ഇനി എവിടെയൊക്കെ നമ്മുടെ കൂട്ടരെ മാറ്റി വെക്കണം? അള്ളാഹുവിന്റെ ദീനിൽ പ്രത്യേകിച്ച് വാജിബായി നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ ഇനി മാറ്റിവെക്കുന്നത് എത്ര അപകടമാണ്. അറിവില്ലായ്മ അപകടമാണ്. ജഹ്ല് കാരണത്താലാണ് ചിലര് ഗീബത്തും നമീമത്തും അപവാദ പ്രചരണങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. എന്തുകൊണ്ട്? മറ്റൊരുത്തന്റെ അസാന്നിധ്യത്തിൽ അയാളെക്കുറിച്ച് പറയുന്നു ചോദിച്ചാൽ വിവരമില്ലാത്തത് കൊണ്ടാണ്. വിവരമില്ലായ്മയാണ് മനുഷ്യന്റെ പ്രശ്നം. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ നമ്മൾ പഠിക്കേണ്ട, മനസ്സിലാക്കേണ്ട വിഷയം. പ്രിയമുള്ളവരെ, ഈ അറിവിന് വേണ്ടി നമ്മൾ റബ്ബിനോട് ചോദിക്കണം. അള്ളാഹുവിന്റെ കിതാബിൽ തന്നെ കാണാം, റബ്ബി സിദ്നി ഇൽമാ.
അള്ളാഹുവിന്റെ ഖുർആനിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ. സുബ്ഹി നിസ്കാരം കഴിഞ്ഞ ഒരു മനുഷ്യൻ ആ രാവിലത്തെ പ്രഭാതത്തിന്റെ പ്രാർത്ഥനയിൽ കാണാം, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ വറിസ്ഖൻ ത്വയ്യിബ വഅമലൻ മുതഖബ്ബല. 3 കാര്യങ്ങൾ. അതിലൊന്നെന്താണ്? ഒന്ന് നാഫിആയ സ്വർഗ്ഗത്തിന്റെ അറിവാണ്. 2 ആ അറിവനുസരിച്ച് ഇഖ്ലാസും ഇത്തിബാഉമുള്ള അമലാണ്. 3 അതിന്റെ ഖബൂലിയത്താണ്, സ്വീകാര്യതയാണ്. ദുനിയാവിൽ ജീവിക്കണ മനുഷ്യന്റെ പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ. ഏതാണ് ഈ ഇൽമ? അൽ ഇൽമു ശർഈ. നിങ്ങൾ ആലോചിച്ച് നോക്കി, 50 വയസ്സായി നേരിക്കാം, അല്ലെ 60 വയസ്സായി, എന്നിട്ട് പറയാണ്, എന്നിട്ട് അയാൾ വിചാരിക്കുകയാണ് എന്ത്, അയാളുടെ ഒരു ആഗ്രഹമാണ് എന്ത്, എനിക്കൊരു നിയമവിരുദ്ധം നേടണം. എത്ര വയസ്സ്? 60 വയസ്സ്. എന്നിട്ടാണ് ഒരു യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യാണ്. എന്തിനറിയോ? ഒരു അഡ്വക്കേറ്റ് പേരിട്ടാൽ മതി. എത്ര? 60 വയസ്സ്. എന്നാൽ 50 വയസ്സുള്ള ഒരാൾ ആഗ്രഹിക്കുകയാണ് ഇതുപോലെ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ ഏതെങ്കിലും ഒരു കോഴ്സ് പാസ്സാകണം. നിങ്ങളൊന്ന് ആലോചിച്ചോക്കിനും, ഒരു യൂണിവേഴ്സിറ്റിയിലും പോകേണ്ട ആവശ്യമില്ല. നല്ലൊരു ഉസ്താദിനെ പിടിച്ചിട്ട് അള്ളാന്റെ ഖുർആൻ ആദ്യാവസാനം ഒന്ന് കൃത്യമായി വായിക്കാൻ കഴിഞ്ഞെങ്കിൽ, അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടോ? ആർക്കെങ്കിലും ആവശ്യമുണ്ടോ? എല്ലാവരും ആഗ്രഹിക്കുക സ്വർഗം വേണം, സ്വർഗത്തിലേക്കുള്ള വഴികളൊക്കെ തെരഞ്ഞെടുക്കണം എന്നാണ്. പ്രിയമുള്ളവരെ, സ്വർഗത്തിലേക്കുള്ള വഴി അസ്ബാബുൽ ഹിദായ, ഹിദായത്തിന്റെ കാരണമാണ് തഅല്ലുമുൽ ഖുർആൻ വഅല്ലമ. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യണം. അല്ലാഹു സഹായിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഈ ശർഈയായ ഇൽമ് ഏതാണത്? മരിച്ചാലും കൂടെ പോരുന്ന അറിവ്. ഏത് വിദ്യാഭ്യാസവും ഖബർ വരെയുള്ളൂ. ദുനിയാവിൽ ഏത് വിദ്യാഭ്യാസം, അതിൽ ഹലാലും തൊയ്യിബായതൊക്കെ ഹലാലും തൊയ്യിബാണ്. മാത്സ് പഠിക്കൽ ഫർള് കിഫയാണ്, എഞ്ചിനീയറിംഗ് ഫർള് കിഫയാണ്. അതേ ഇസ്ലാമാണ് പറയുന്നത്. എന്ത്? ഇത് ഫർള് ഐനാണ്. ദീൻ മരിച്ചാലും കൂടെ പോരുന്ന ഒരൊറ്റ ഇൽമുള്ളൂ, അതാണ് അൽ ഇൽമു ശർഈ. അത് നമുക്ക് അനിവാര്യമാണ്. ഖബറിലെ ചോദ്യം എന്താ? റബ്ബിനെ പറ്റിയാണ്, റസൂലിനെ പറ്റിയാണ്, ദീനിനെ പറ്റിയാണ്, ഖുർആനെ പറ്റിയാണ്. ഇതാണ് പ്രിയമുള്ളവർ ഇൽമ് എന്ന് പറഞ്ഞത്. എന്താ ചോദ്യം? 4 ചോദ്യം. ചില റിപ്പോർട്ടിൽ 3 ചോദ്യം. 1 അല്ലാഹുവിനെ പറ്റിയാണ്, 2 റസൂലിനെ പറ്റിയാണ്, 3 വിശുദ്ധ ഖുർആനെ പറ്റിയാണ്, 4 അല്ലാഹുവിന്റെ ദീനിനെ കുറിച്ചാണ്. ഈ 4 ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തലാണ് ദുനിയാവിലെ ജീവിതം. ദുനിയാവിലെ ജീവിതത്തിന്റെ ലക്ഷ്യം അതാണ്. ദുനിയാവിലെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താ? ഖബറിലെ 4 ചോദ്യത്തിന് ഉത്തരം പറയണം. പരലോകത്ത് 4 അല്ലെങ്കിൽ ചില റിപ്പോർട്ടിൽ 5 ചോദ്യം. ആ 5 ചോദ്യത്തിന് ഉത്തരം 4ഉം 5ഉം 9 ചോദ്യത്തിന്റെ ഉത്തരമാണ് ജീവിതത്തിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. അല്ലാതെ കേവലം തമാശകളും ചിരികളും കളികളും രസങ്ങളും മാത്രമായ ലോകമല്ല. അല്ലാഹുൽ മുസ്തആൻ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ഇൽമിന്റെ ലോകത്തേക്ക് ഇറങ്ങി വരാൻ അല്ലാഹു നമുക്കൊക്കെ സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി. اللهم صل وسلم على نبينا محمد. اتقوا الله عباد الله. اوصيكم واياي بتقوى الله. ബഹുമാന്യരായ വിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, അറിവുള്ള ആളുകളുടെ മാഹാത്മ്യം അള്ളാഹുവിന്റെ കിതാബിൽ വിശദീകരിച്ചതുപോലെ തന്നെ വ്യാഖ്യാനമായി തിരുസുന്നത്തിൽ വിശദീകരിക്കുന്നത് കാണാൻ പറ്റും. അബൂ ഉമാമ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഇമാം തിർമിദി അവിടുത്തെ സുനനിൽ 2686 നമ്പറായി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അറിവുള്ള ഒരാളുടെ പ്രത്യേകതയെ കുറിച്ച്. എന്തിനാണ് അറിവ് നേടണമെന്ന് അറിയോ? അതിന് വലിയ മഹത്വമുണ്ട് പറയുള്ളത്. ഒരു ആലിമ എന്ന് പറയാനല്ല. ഭക്തനേക്കാൾ, നല്ല ആബിദായ, എപ്പോഴും ഇബാദത്തിൽ ജീവിക്കുന്ന ഒരുത്തനേക്കാൾ അറിവുള്ള, അതോടൊപ്പം ഇബാദത്തുള്ള ഒരുത്തന്റെ ശ്രേഷ്ഠത എന്തറിയോ? നിങ്ങളിൽ താഴ്ന്നവനേക്കാൾ എനിക്കുള്ള, അഥവാ നബിക്കുള്ള ശ്രേഷ്ഠത പോലെയാണ്. ഒരു സാധാരണ സ്വഹാബത്തിന്റെ കൂട്ടം, സ്വഹാബികൾ എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും ഉന്നതരാണ്. അഥവാ അമ്പിയാക്കളുടെ അനുചരന്മാരിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിൽ 1ാം സ്ഥാനം. അവരോട് നബി പറയും, നിങ്ങളെ കൂട്ടത്തിലെ സാധാരണക്കാരനും ഞാനും എത്ര വ്യത്യാസമുണ്ടോ അതേ വ്യത്യാസമാണ് അറിവുള്ള ഒരാളും അറിവില്ലാത്ത ഒരാളും തമ്മിൽ വ്യത്യാസം. അല്ലെ, അറിവുള്ള ഒരാളും വെറും ഇബാദത്തുകൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരാളും തമ്മിൽ വ്യത്യാസം. നോക്കൂ, നിങ്ങൾ അള്ളാഹുവിന്റെ റസൂൽ പ്രോത്സാഹനം നൽകാണ്, അതിന്റെ പ്രാധാന്യം പഠിപ്പിക്കാൻ. ثم قال رسول الله صلى الله عليه وسلم إن الله وملائكته وأهل السماوات
والأرض حتى النملة في جحرها وحتى الحوت ليصلون على معلم الناس الخير. ഈ ഹദീസിൽ എന്താണെന്നറിയോ? നിശ്ചയമായും അല്ലാഹുവും അവന്റെ മലക്കുകളും ആകാശഭൂമികളിലുള്ളവരും മാളത്തിലെ ഉറുമ്പും മത്സ്യങ്ങൾ പോലും എല്ലാ സൃഷ്ടിയിലായി എല്ലാവരും ജനങ്ങൾക്ക് നല്ല അറിവ് പഠിപ്പിച്ചു കൊടുക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര ഹൈറായ അതാണ് ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. അതോ ഇതിന്റെ ഭാഗമാണ്. പ്രിയമുള്ളവരെ, ഇൽമിന്റെ സദസ്സുകൾക്കാണ്, അറിവിന്റെ വേദികൾക്കാണ് മറ്റു സദസ്സുകളെക്കാൾ പ്രാധാന്യം. കാരണം എന്തറിയോ? മറ്റൊരു സദസ്സിലും കിട്ടാത്ത സമാധാനം ദീനീ സദസ്സുകളിൽ നമുക്ക് കിട്ടും. നമ്മളത് അനുഭവിക്കുന്നവരാണ്. ഒരുപാട് പ്രസിദ്ധമായ ചില ഹദീസുകൾ കാണാൻ പറ്റും. ത്വാലിബുൽ ഇൽമിനെ പറ്റി, ത്വലബത്തുൽ ഇൽമിനെ പറ്റി, ഇൽമ തേടുന്നവരെ പറ്റി, ഇൽമ അന്വേഷിക്കുന്നവരെ പറ്റി. അനസ് ബിൻ മാലിക്കിനെ തൊട്ട് ഇമാം തിർമിദി അവിടുത്തെ സുനനിൽ 2949 നമ്പർ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, മൻ ഖറജ ഫീ ത്വലബിൽ ഇൽം, ആരെങ്കിലും അറിവന്വേഷിച്ചു പുറപ്പെട്ടാൽ, ഏതാണ് അറിവ്? അള്ളാഹുവിന്റെ കിതാബിൽ നിന്ന്, തിരുസുന്നത്തിൽ നിന്ന്, അത് രണ്ടും കൃത്യമായി ജീവിതത്തിൽ പകർത്തിയ സ്വഹാബത്തിന്റെ സച്ചരിതങ്ങളിൽ നിന്ന്, കാന ഫീ സബീലില്ലാഹ് ഹത്താ യർജിഅ, അയാള് തിരിച്ചു വരുന്നതുവരെ, അതിന് വിരമിച്ച് തിരിച്ചു പോരുന്നതുവരെ അയാൾ അള്ളാഹുവിന്റെ മാർഗത്തിലാണ്. ഫീ സബീലില്ലാഹ്, ഖുർആൻ പഠിക്കാൻ, ഹദീസ് പഠിക്കാൻ, മറ്റ് ഇൽമിയായ ദുറൂസുകൾ കേൾക്കാൻ. എത്രത്തോളം വെച്ചാൽ ചെറിയ മക്കള് നമ്മൾ പറഞ്ഞേക്കുന്ന മദ്രസ പോലും ഈ ഖൈറിന്റെ വഴികളിലാണ്. നമ്മുടെ മദ്രസകളൊക്കെ ലക്ഷ്യത്തിലേക്കുള്ളതാണ്. മദ്രസ തുറന്നിട്ട് കുറച്ചു ദിവസമായിട്ടുള്ളൂ. നമ്മുടെ മദ്രസകൾ ലക്ഷ്യത്തിലേക്കുള്ളതാണ്. അഖീദ നന്നായ, മൻഹജ് നന്നായ, ഇബാദത്ത് എടുക്കുന്ന, സൽസ്വഭാവിയായ, വീടിനും നാടിനും ഗുണം കിട്ടുന്ന, മാതാപിതാക്കളെ പുച്ഛിക്കാത്ത, പരിഹസിക്കാത്ത, തെറി പറയാത്ത, വൃത്തികേട് പറയാത്ത, ഉമ്മയോടും ബാപ്പയോടും ഒരു അടിമ ഒരു ഉടമയുടെ മുന്നിൽ എങ്ങനെ നിൽക്കുന്നു അതുപോലെ ഭക്തി ബഹുമാനത്തോടു കൂടി നിൽക്കുന്ന ഒരു തലമുറയെ വാർത്തെടുക്കാനുള്ള മദ്രസകൾ. അതിനാണ് മദ്രസ. നമ്മുടെ ആളുകൾക്ക് അവിടെ പോലും താല്പര്യമില്ല. ഭൗതിക ജീവിതത്തിന്, വിജ്ഞാനത്തിനെല്ലാം ഒരുക്കി നിലവാരമുള്ളൊരു സ്ഥാപനം കണ്ടെത്തി, ആവശ്യപ്പെട്ട തുക നൽകി, യാത്രാ സൗകര്യം ഒരുക്കി കൊടുത്തു, നല്ല താമസ സ്ഥലം കണ്ടെത്തി കൊടുത്തു, ട്യൂഷൻ ഏർപ്പെടുത്തി കൊടുത്തു. എന്നാൽ ദീന് പഠിക്കാനോ കുറഞ്ഞ നേരമുള്ള മദ്രസ എവിടെയെന്ന് നോക്കണം. അത് ഓൺലൈൻ ഉണ്ടോ എന്ന് ഏറ്റവും ബെസ്റ്റായി. അത് നേരത്തെ വിടുന്നതായിരിക്കണം. മാത്രമല്ല കുറഞ്ഞ ഫീസ് ഉണ്ടോന്ന് നോക്കും. അപ്പൊ കുറഞ്ഞ ഫീസ് കിട്ടണം, കുറച്ച് സമയം പറ്റുള്ളൂ, നേരത്തെ വിടും. പിന്നെയോ വരുന്നതും പോണും ഒക്കെ കണ്ടാ തോന്നുക പഠിപ്പിക്കണ ഉസ്താദുമാർക്ക് വേണ്ടി വരിക തോന്നിപ്പോ. അങ്ങനെ കുറെ അല്ലേ, അങ്ങനെ കുറെ ആളുകൾ. മാത്രമല്ല ഇടക്ക് കാണാതായാൽ, മദ്രസയിലേക്ക് 2-3 ദിവസം കഴിഞ്ഞു കാണാതായാൽ നമ്മൾ ചോദിച്ചാൽ പറയും, ഉസ്താദേ മേജറായി ഇനി പറഞ്ഞേക്കുന്നില്ല. എന്ന മറ്റിടത്തോ അവിടെ 65 പറഞ്ഞേക്കുന്ന കാലഘട്ടം. നഊദുബില്ല. നീ എന്തിനാ ചിലരൊക്കെ വിടുന്നറിയോ? ചിലരൊക്കെ മദ്രസയിൽ വിടുന്നതിനറിയുന്നത് സാമുദായിക ആനുകൂല്യങ്ങൾക്ക്. മക്കളെ പറഞ്ഞേക്കണത് മഹല്ലിന്റെ ആനുകൂല്യങ്ങൾക്ക്. കാരണം എന്താ? ഒരു വിവാഹം വരാണ്ട് ഒപ്പിട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ചോളി, മഹല്ലിന്റെ ഒരു ആവശ്യമുള്ള വിവാഹം നടത്താൻ പഞ്ചായത്ത് ഉണ്ടായാൽ മതി. ഞാൻ പേരില് അങ്ങനെ പേര് വേണ്ട. അതുപോലെ മരണം വരും. അപ്പൊ മരിച്ചാൽ ഖബർസ്ഥാനിൽ ഒരു കെട്ടണം. എന്നാ നിലവിലുള്ള നിയമം അനുസരിച്ച് അതിന് പ്രശ്നമല്ല. അപ്പൊ മക്കൾക്ക് വിവാഹം വന്നാൽ ഖാദി സ്ഥാനത്തിനും ഖത്തീബ് സ്ഥാനത്തിനും ഒരു വാള് വേണമെന്ന നിലക്കാണ് ദീനീ സ്ഥാപനങ്ങളിലേക്ക് പറഞ്ഞേക്കണമെങ്കിൽ അത് വലിയ അപകടമാണ്. മരിച്ചാൽ 6 അടി മണ്ണ് കിട്ടണമെന്നതാണ് ഈ ദീനീ സംരംഭങ്ങളുടെ ആവശ്യകതയെങ്കിൽ നഊദുബില്ലാഹ് നാശത്തിന്റെ കുഴി തോണ്ടലാണ്. ഇനിയോ ചില ആൾക്കാരുണ്ട്, കുറച്ചൊക്കെ അങ്ങോട്ട് ഓതാൻ അറിഞ്ഞാൽ, എങ്ങനെയൊക്കെ കുറച്ച് തട്ടിമുട്ടി നിസ്കരിക്കാൻ അറിഞ്ഞാലോ ഞാൻ ഒക്കെ പഠിച്ചു എന്നുള്ള ധാരണയാണ്. നഊദുബില്ലാഹ്. എന്നാൽ മതപഠനത്തെ ഗൗരവത്തിലെടുത്തവരും ഈ സമൂഹത്തിലുണ്ട്. അൽഹംദുലില്ലാഹ്. ഒരുപാട് ആളുകൾ. ഇപ്പൊ നമ്മളെ പള്ളിയിൽ തന്നെ, ഞാൻ തുറന്നത് പറയാം, നിങ്ങൾ ഇരിക്കുന്ന ഈ പള്ളിയിൽ തന്നെ, ഇവിടെ തന്നെ ഒരുപാട് ആളുകൾ ദീനീ പഠനത്തിലും തർബിയത്തിലും പ്രാധാന്യങ്ങൾ നൽകി
അങ്ങനെ വിശുദ്ധ ഖുർആനിന്റെ ഹൽഖകൾ, പഠന സദസ്സുകൾ അത് ഉള്ളതൊരൽപ്പം കൂടി പുഷ്ടിപ്പെടുത്തിയും പരമാവധി ആളുകളിലേക്ക് എത്തിക്കാനൊക്കെയുള്ള ഭാഗ്യം അല്ലെങ്കിൽ അതിനുള്ള ശ്രദ്ധ അവരുടെ ഭാഗത്തുണ്ടാകണം. അൽഹംദുലില്ലാ. അതുപോലെ മദ്രസകളെ പുഷ്ടിപ്പെടുത്തുന്ന ഒരു അവസ്ഥയും ഉണ്ടാകാണ്. പ്രിയമുള്ളവർ, ഞാൻ പറഞ്ഞു വരുന്നത് ഒരു ഖത്തീബ് എന്ന നിലയ്ക്ക് നിങ്ങളോട് ഓർമ്മപ്പെടുത്താണത് എല്ലാറ്റിനേക്കാളും പ്രാധാന്യമായി കാണേണ്ടത് അള്ളാഹുവിന്റെ ദീനിനാണ് എന്ന് നമുക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യത്തെയാണ് വീണ്ടും ഊന്നൽ കൊടുക്കുന്നത്. ഒരു കാര്യം കൂടി സൂചിപ്പിക്കാം. എന്തിനാണ് നമ്മൾ അള്ളാന്റെ ദീന് പഠിക്കണം? ദുനിയാവിന് വേണ്ടിയിട്ടല്ല. എന്ന് നമ്മൾ പറയും, അല്ല പ്രിയമുള്ളവരെ, ദുനിയാവും ആഖിറത്തിനും വേണ്ടിയിട്ട് ദീന് പഠിക്കണം. അങ്ങനെ മനസ്സിലാക്കണം. ഇസ്ലാം പഠിക്കണമെന്നതിന് ദുനിയാവിനും ആഖിറത്തിനും വേണ്ടിയിട്ടാണ്. അങ്ങനെ പറഞ്ഞാൽ ദുനിയാവിൽ എങ്ങനെ സ്ട്രെയിറ്റ് പാത്ത്, നേരായ വഴിയിലൂടെ നടക്കാം എന്നതിന് ദീനീ പഠനം അനിവാര്യമാണ്. ഹലാലും ഹറാമും വേർതിരിക്കാൻ ദീനീ പഠനം അനിവാര്യമാണ്. ഹക്കും ബാത്തിലും വേർതിരിക്കാൻ ദീനീ പഠനം അനിവാര്യമാണ്. മനസ്സമാധാനത്തിന് ദീനീ പഠനം അനിവാര്യമാണ്. മാതാപിതാക്കൾക്ക് മക്കളുടെ മുന്നിൽ ഇസ്സത്തോടുകൂടി കൺകുളിർമയോടുകൂടി നിൽക്കാൻ ദീനീ പഠനം അനിവാര്യമാണ്. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ദുനിയാവിലെ തമ്മിലുള്ള ബന്ധങ്ങൾ മുന്നോട്ട് പോകണമെങ്കിൽ ദീനീ പഠനം അനിവാര്യമാണ്. ദീനീ പഠനമില്ലാതെ ദുനിയാവ് ലഭിക്കൂല, ആഖിറ ലഭിക്കൂല. ഒരു മുസ്ലിമിന്, മറ്റുള്ളവരെ കുറിച്ചല്ല, ഒരു മുസ്ലിം നേരായത് കിട്ടൂല. ഒരു മുസ്ലിമിന് വല്ലാഹി ഞങ്ങളോട് തുറന്നു പറയാം, ദീനീ പഠനമില്ലാതെ ഒരാളുടെ ദാമ്പത്യം മുന്നോട്ട് പോകില്ല. കാരണം അറിയോ, ഭാര്യക്കറിയണം ഭർത്താവിനോടുള്ള ബാധ്യത, ഭർത്താവിനറിയണം ഭാര്യയോടുള്ള ബാധ്യത. ഇത് രണ്ടും അറിയൽ എവിടുന്നാണ്? സൈക്കോളജിയുടെ ഗ്രന്ഥങ്ങളിലല്ല, സൈക്കോ അനാലിസിസിന്റെ അപഗ്രഥന മനഃശാസ്ത്രത്തിന്റെ പിതാവായ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ കിതാബിൽ നിന്നല്ല, പിന്നെയോ അള്ളാഹുവിന്റെ കിതാബിൽ നിന്ന്, റസൂലിന്റെ സുന്നത്തിൽ നിന്നാണ് പഠിക്കേണ്ടത്. അവിടുന്ന് ദീന് കിട്ടുക. എങ്ങനെ മാതാപിതാക്കളോടുള്ള ബിഹേവിയർ എവിടുന്ന പഠിക്കേണ്ടത്? കൗൺസിലിംഗ് ക്ലാസ്സിൽ നിന്നാണോ? 40,000 ഒറ്റ സ്റ്റിച്ചിങ്ങിന് 20,000 10,000 ഒക്കെ പണം വാങ്ങിയിട്ട് 1-1.5 മണിക്കൂർ മനുഷ്യന്റെ മുന്നിൽ കോട്ടും സൂട്ടും അണിഞ്ഞ് ചിരിക്കുന്ന മോട്ടിവേഷണൽ എന്ന കാപട്യക്കാരുടെ പ്രസംഗത്തിൽ നിന്നാണോ? അല്ല പ്രിയമുള്ളവരെ, അള്ളാന്റെ കിതാബൊന്നും സുന്നത്തുന്ന അവിടുന്ന് പഠിക്കേണ്ടത്. പൊലിപ്പിച്ച വാക്കുകൾ പറയാം ആളുകളെ കയ്യിൽ നിന്ന് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ 5 പൈസ കൊടുക്കേണ്ടതില്ല. നിങ്ങളുടെ സംരംഭം നടന്നു പോകാൻ ആവശ്യമായത് നിങ്ങൾ നൽകിയാൽ മതി. അതാണ് മദ്രസ, അതാണ് ഇസ്ലാമിക വിജ്ഞാന കേന്ദ്രങ്ങൾ. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാക്കുണ്ട്, എന്തറിയോ? വമൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു ബിഹി ത്വരീഖൻ ഇലൽ ജന്ന. ഇൽമ, അറിവ്, ദീന് അന്വേഷിക്കുന്ന മാർഗത്തിൽ ആരെങ്കിലും ഇറങ്ങിത്തിരിച്ചാൽ അല്ലാഹുവിന് സ്വർഗത്തിലേക്കുള്ള മാർഗം അതിലൂടെ എളുപ്പമാക്കി കൊടുക്കുന്നു. ഇനി ഞങ്ങൾക്കൊരു കാര്യം കൂടി പറഞ്ഞതിന്റെ കൂടെ ഹദീസിന്റെ ബാക്കി എന്തറിയും? ഇമാം മുസ്ലിം ഉദ്ധരിക്കാൻ 2699 ഹദീസ്. വമജ്തമഅ ഖൗമുൻ ഫീ ബൈത്തിൻ മിൻ ബുയൂത്തില്ലാഹി തആല. ഒരു വിഭാഗം ആളുകൾ അള്ളാഹുവിന്റെ മസ്ജിദുകളിൽ ഏതെങ്കിലും ഒരു മസ്ജിദിൽ ഒരുമിച്ചുകൂടി. എന്തിനാ കൂടിയതെന്നറിയോ? കമ്മിറ്റി കൂടാനല്ല, മീറ്റിംഗ് കൂടാനല്ല, അല്ലെങ്കിൽ അടുത്ത കമ്മിറ്റി തെരഞ്ഞെടുക്കാനല്ല. യത്ലൂന കിതാബല്ലാഹ് വയതദാറസൂന ബൈനഹും ഇല്ലാ നസലത് അലൈഹിമുസ് സകീന വഗശിയതുഹുമുർ റഹ്മ വഹഫതഹുമുൽ മലായിക വദകറഹുമുല്ലാഹു ഫീ മൻ ഇൻദ. എന്തിനാണ് അവർ ഒരുമിച്ച് കൂടിയത്? വിശുദ്ധ ഖുർആനിന്റെ പാരായണത്തിനും അത് പഠനം നടത്താനും തമ്മിൽ കിതാബ് പഠിക്കുക, കിതാബ് ഓതുക. അതിനുവേണ്ടി ഒരു വിഭാഗം അള്ളാന്റെ പള്ളിയിൽ ഒരുമിച്ച് കൂടിയാൽ അവരിൽ സമാധാനമിറങ്ങും, കാരുണ്യം അവരെ വലം ചെയ്യും, മലായിക്കത്തുകൾ അവരെ പൊതിയും. അള്ളാഹുവിന്റെ സമീപത്തുള്ളവരോട് അഥവാ മലഉൽ അഅലയിലുള്ളവരോട് ഇവരെ കുറിച്ച് പ്രശംസിക്കുകയും ചെയ്യും എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് വേറൊരു ക്ലാസ്സിൽ നിങ്ങൾക്ക് കിട്ടൂല, അള്ളാന്റെ ദീന് പഠിക്കുന്നിടത്തല്ലാതെ. അൽഹംദുലില്ലാഹ്, ഇത്ര മഹത്തായ വേറെ എന്തുണ്ട് പ്രിയമുള്ളവരെ? അതുകൊണ്ട് അള്ളാഹുവിന്റെ ദീന് പഠിക്കാനുള്ള സംരംഭങ്ങളിലേക്ക് നമ്മൾ കടന്നു വരിക. പ്രത്യേകിച്ച് സ്ത്രീകൾക്കൊക്കെ നബിന്റെ കാലത്ത് പ്രത്യേകം പഠന സംരംഭങ്ങളുണ്ടായിരുന്നു. ഇമാം ബുഖാരിയിൽ ഒരു ഹെഡിങ് എന്താ പറയുന്നത്? ബാബു ഹൽ യുജഅലു ലിന്നിസാഇ യൗമുൻ അലാ ഹിദത്തിൻ ഫിൽ ഇൽമി. സഹീഹ് ബുഖാരി. വിജ്ഞാനം നേടാൻ ഒരു പ്രത്യേക ദിവസം സ്ത്രീകൾക്ക് അനുവദിക്കേണ്ടതുണ്ടോ എന്ന അധ്യായം. അല്ലാഹു അക്ബർ. സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേക സംരംഭങ്ങൾ, അതിന് മറയിട്ട് അല്ലെങ്കിൽ ഇസ്ലാമിന്റെ സംസ്കാരമൊക്കെ പാലിച്ച് പരസ്പരം ആ ഉള്ള ഇഖ്തിലാഫുകൾ, കൂടിച്ചേരലുകൾ ഇല്ലാതെ എല്ലാ നിലക്കും ഇസ്ലാം പഠിപ്പിക്കുന്ന ശർഈയായ രീതിയിൽ അത്തരം സദസ്സുകൾ ഉണ്ടാകും.
ഒരു കാര്യം കൂടി, എന്തായാലും അൽഹംദുലില്ലാഹ് നമ്മൾ ദീന് പഠിക്കണവരുണ്ട്, ഇവിടെ ദീന് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, ഒരു പക്ഷെ ഇതിനെ കുറിച്ച് അറിയാത്തവരുണ്ട്. അവർ മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറയണം. ദീന് പഠിക്കുന്ന ആളുകൾ മനസ്സിലാക്കാൻ വേണ്ടി ഒരു കാര്യം പറയാം. ഹിജ്റ 118 ജനിച്ച താബിഈ പണ്ഡിതനായ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹി വലിയ മശഹൂറായ ആലിമാണ്, അറിയപ്പെട്ട ആളാണ് അഹ്ലുസുന്നത്തിൽ. അദ്ദേഹം സാഹിദാണ്, ആലിമാണ്, ആബിദാണ്, സലഫുകളിൽ പ്രധാനിയാണ്. അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹം പറഞ്ഞൊരു വാക്കാണ്, ഒരാള് ഇൽമ് നേടുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ശീലിക്കേണ്ട ഒരു 6 മർത്തബത്ത് നമ്മളൊക്കെ പാലിക്കണം. ഒന്ന്, അവ്വലുൽ ഇൽമി അന്നിയ്യ. ഇൽമ് നേടുന്ന ഒരാൾ ആദ്യ സ്റ്റെപ്പായിട്ട് ചെയ്യേണ്ടുന്ന ഒരു നിയ്യത്ത് നന്നാക്കുന്നത്. പിന്നെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. അത് ഖുത്ബയിലായാലും ശരി ശ്രദ്ധിച്ചു കേൾക്കണം. പിന്നെ അത് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക എന്നുള്ളത്. പിന്നെ അത് മനപ്പാടാക്കുക എന്നുള്ളതാണ്. പിന്നെ എന്താണോ പറഞ്ഞത് അത് ജീവിതത്തിൽ പകർത്തുന്നതാണ്. അവസാനം പറഞ്ഞതോ പിന്നെ അത് മറ്റൊരാൾക്ക് എത്തിച്ചു കൊടുക്കുക. ആദ്യം തന്നെ കിതാബ് പുസ്തകം കൊടുത്ത് നാട്ടുകാരെ നന്നാക്കാൻ ഇറങ്ങാന്നല്ല. ഈ 5 മർത്തബകൾ കഴിഞ്ഞ് 6ാമത്തതാണ് അദ്ദഅവതു ഇലല്ലാഹ്. ഈ 6 മർത്തബകളും നമ്മൾ ഒരു ഇൽമ നേടുന്ന ഒരു താലിബുൽ ഇൽമ നിലക്ക് നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട്. ജാമിഉൽ ബയാനിൽ ഇൽമി വഫദ്ലിഹി എന്ന ഗ്രന്ഥത്തിൽ ഇബ്നു അബ്ദുൽ ബർ റഹ്മഹുല്ലാഹ് വിശദീകരിക്കാണ് മഹാനായ അബ്ദുല്ലാഹി മുബാറക് അല്ലാഹു അക്ബർ കബീറ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വളരെ ഗൗരവത്തിൽ അല്ലാഹുവിന്റെ ദീന് പഠിക്കാനും അത് പകർത്താനും അത് പ്രബോധനം ചെയ്യാനും ഒക്കെയുള്ള ഒരു മാനസികമായ മാറ്റം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. മാത്രമല്ല, ഫിത്നയുടെ കാലഘട്ടത്തിൽ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും വലിയ മാർഗമായി അഹ്ലുസുന്ന അന്നും ഇന്നും പഠിപ്പിച്ചത് ഇൽമ് നേടുക, അത് അമലാക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാഫിയായ ഇൽമ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ ഫിത്നകളിൽ നിന്നും പ്രയാസങ്ങൾ അല്ലാഹു തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കുമാറാവട്ടെ. മരണപ്പെട്ട മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين ولذكر الله أكبر والله يعلم ما تصنعون.